അടുത്തതായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥിയെക്കുറിച്ച് നമുക്ക് പഠിക്കാം. യൗവനകാലം വരെ മാത്രമുള്ള ഗ്രന്ഥി, അതാണ് തൈമസ് ഗ്രന്ഥി. ദ ഗ്ലാൻഡ് ഓൺലി അപ് ടു യൂത്ത്, ദാറ്റ് മീൻസ് തൈമസ് ഗ്ലാൻഡ്. എന്താണ് ഈ തൈമസ് ഗ്രന്ഥിയുടെ പ്രത്യേകത? നമ്മുടെ സ്റ്റെർണത്തിന്, മാറലിന് പിറകിലായിട്ട് കാണപ്പെടുന്ന ഗ്രന്ഥിയാണ് തൈമസ് ഗ്രന്ഥി. ശൈശവഘട്ടത്തിലും വളരുന്ന പ്രായത്തിലും ഈ ഗ്രന്ഥി വളരെ പ്രവർത്തന നിരതമായിരിക്കും. പിന്നീട് ഈ ഗ്രന്ഥിയുടെ പ്രവർത്തനം കുറഞ്ഞുകൊണ്ടിരിക്കും. വളർച്ച പൂർത്തിയായി കഴിഞ്ഞാൽ ഈ ഗ്രന്ഥി നമ്മുടെ ടി ലിംഫോസൈറ്റുകളുടെ വളർച്ചയ്ക്കും അതിൻ്റെ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കും. വളർച്ച പൂർത്തിയായി കഴിഞ്ഞാൽ ഈ തൈമസ് ഗ്രന്ഥി നമ്മുടെ ടി ലിംഫോസൈറ്റുകൾ, വെളുത്ത രക്താണുക്കളുള്ള ടി ലിംഫോസൈറ്റുകളുടെ വളർച്ചയ്ക്കും അതിൻ്റെ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകും. Thymus gland, the gland only up to youth. The thymus is an endocrine gland that is situated behind the sternum. This gland is very active during infancy but constricts as we reach puberty. This gland produces a hormone called thymosin. It is also known as youth hormone, യൗവന ഹോർമോൺ എന്നും ഇതിനെ വിളിക്കാം. The major function of the gland is to control the activities and maturation of T lymphocytes, which help to impart immunity. These thymus glands produce immunity, and it is active more in the infancy stage, and it start to shrink and it reduce its size, and it is converted its activity to build up the lymphocyte and regulate its function. അടിയന്തര ഘട്ടങ്ങളിൽ, ഡ്യൂറിങ് എമർജൻസീസ്, അടിയന്തര ഘട്ടങ്ങളിൽ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ചില ഹോർമോണുകളെ കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഡ്യൂറിങ് എമർജൻസീസ്, അടിയന്തര ഘട്ടങ്ങളിൽ എന്തൊക്കെയാണ് നമ്മുടെ ശരീരത്തിൽ ഏതൊക്കെ ഹോർമോണുകളാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്? അഡ്രിനൽ ഗ്രന്ഥിയാണ് അല്ലെങ്കിൽ അഡ്രിനൽ ഗ്ലാൻഡാണ് അടിയന്തര ഘട്ടങ്ങളിൽ, എമർജൻസി സിറ്റുവേഷനിൽ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി. ആ ഗ്രന്ഥി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ വൃക്കയുടെ മുകളിലെ തൊപ്പി പോലെ കാണപ്പെടുന്ന ഗ്രന്ഥിയാണ് അഡ്രിനൽ ഗ്രന്ഥി അല്ലെങ്കിൽ അഡ്രിനൽ ഗ്ലാൻഡ്. The adrenal gland is situated just above the both kidney, just like a cap-like structure. It consists two portions. One is medulla and another one is cortex. Cortex is seen outer side and medulla is seen inside. അപ്പോൾ വൃക്കയുടെ മുകളിലെ തൊപ്പി പോലെ കാണപ്പെടുന്ന ഗ്രന്ഥിയാണ് അഡ്രിനൽ ഗ്രന്ഥി, അതിവൃക്കാഗ്രന്ഥി എന്ന്. ഈ അഡ്രിനൽ ഗ്രന്ഥി വൃക്കയുടെ മുകളിൽ തൊപ്പി പോലെയാണ് കാണപ്പെടുന്നത്. ഔട്ടർ സൈഡിൽ, പുറം ഭാഗത്ത് കോർട്ടക്സും അകത്ത് മെഡുല്ലയുമാണ് സ്ഥിതി ചെയ്യുന്നത്. വൃക്കയുടെ മുകളിൽ തൊപ്പി പോലെ കാണപ്പെടുന്ന ഗ്രന്ഥിയാണ് അതിവൃക്കാഗ്രന്ഥി അല്ലെങ്കിൽ അഡ്രിനൽ ഗ്ലാൻഡ്. ഇതിൻ്റെ ഉൾഭാഗത്തെ മെഡുല എന്നും പുറം ഭാഗത്തെ കോർട്ടക്സ് എന്നും പറയുന്നു. ഇനി മെഡുലയിൽ ഏതൊക്കെ ഹോർമോണുകളാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്? എപ്പിനെഫ്രിൻ, മെഡുലയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണിന്റെ പേരാണ് എപ്പിനെഫ്രിൻ അല്ലെങ്കിൽ അഡ്രിനാലിൻ. അടിയന്തര സാഹചര്യത്തിൽ സിമ്പതറ്റിക് നാഡീവ്യവസ്ഥയോട് ചേർത്ത് പ്രവർത്തിക്കുന്നു. ഇതുവഴി ഇത്തരം സാഹചര്യങ്ങളിൽ പോരാടാനോ പിന്തിരിഞ്ഞോടാനോ കഴിയുന്നു. അപ്പോൾ അടിയന്തര സാഹചര്യത്തിൽ സിമ്പതറ്റിക് നാഡീവ്യവസ്ഥയോട് ചേർന്ന് പ്രവർത്തിക്കുന്നു. ഇതുവഴി ഇത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് പോരാടാൻ അല്ലെങ്കിൽ പിന്തിരിഞ്ഞോടാൻ സഹായിക്കുന്ന ഹോർമോണാണ്
എപ്പിനെഫ്രിൻ അല്ലെങ്കിൽ അഡ്രിനാലിൻ. അടുത്തത് നോർ എപ്പിനെഫ്രിൻ, നോർ അഡ്രിനാലിൻ അല്ലെങ്കിൽ നോർ എപ്പിനെഫ്രിൻ. എപ്പിനെഫ്രിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നു. എപ്പിനെഫ്രിനോട് ഒപ്പം അഡ്രിനാലിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നതാണ് നോർ എപ്പിനെഫ്രിൻ. അപ്പോൾ മെഡുല്ല ഉൽപ്പാദിപ്പിക്കുന്ന 2 ഹോർമോണുകളാണ് എപ്പിനെഫ്രിനും നോർ എപ്പിനെഫ്രിനും. അതായത് മെഡുല്ല എം ഉൽപ്പാദിപ്പിക്കുന്നത് എപ്പിനെഫ്രിൻ, മറ്റൊരെണ്ണം നോർ എപ്പിനെഫ്രിൻ. അപ്പോൾ നമുക്കതിനെ എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ട് മെൻ എന്ന് സൂചിപ്പിക്കാം. MEN, മെഡുല്ല എപ്പിനെഫ്രിൻ നോർ എപ്പിനെഫ്രിൻ. അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കുക. അടുത്തതായിട്ട് പുറംഭാഗമായിട്ടുള്ള കോർട്ടക്സ് ആണ്. കോർട്ടക്സ് 3 ഹോർമോണുകളെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഒന്ന് കോർട്ടിസോൾ. കോർട്ടിസോളിന്റെ ധർമ്മം മാംസ്യം, കൊഴുപ്പ് എന്നിവയിൽ നിന്നുള്ള ഗ്ലൂക്കോസ് നിർമ്മാണം, പ്രതിരോധ കോശങ്ങളുടെ പ്രവർത്തനം മന്ദീഭവിപ്പിക്കൽ, ശരീരത്തിൽ വീക്കം, അലർജി എന്നിവ ഇല്ലാതാക്കൽ. 3 കാര്യങ്ങളുണ്ട്. മാംസ്യം, കൊഴുപ്പ് എന്നിവയിൽ നിന്നും ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു, പഞ്ചസാരയുടെ അളവ് നമ്മുടെ ശരീരത്തിൽ കൂട്ടുന്നു. 2, പ്രതിരോധ കോശങ്ങളുടെ പ്രവർത്തനം മന്ദീഭവിപ്പിക്കുന്നു, 3, ശരീരത്തിൻ്റെ വീക്കം, അലർജി എന്നിവ ഇല്ലാതാക്കും. രണ്ടാമത്തെ ഹോർമോണാണ് ആൽഡോസ്റ്റിറോൺ. ഇവ വൃക്കയിൽ പ്രവർത്തിച്ച് ശരീരത്തിലെ ലവണജല സന്തുലിതാവസ്ഥ നിലനിർത്തുന്നു, രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്നു. വൃക്കയിൽ പ്രവർത്തിച്ച് ശരീരത്തിലെ ലവണജല സന്തുലിതാവസ്ഥ നിയന്ത്രിക്കുന്നു, രക്തസമ്മർദ്ദം നിലനിർത്തുന്നു. അടുത്ത ഹോർമോണാണ് ലൈംഗിക ഹോർമോൺ. ലൈംഗിക വളർച്ചയെയും ധർമ്മങ്ങളെയും നിയന്ത്രിക്കുന്നു. ലൈംഗിക ഹോർമോൺ എന്താ ചെയ്യുന്നത്? ലൈംഗിക വളർച്ചയെയും ധർമ്മങ്ങളെയും നിയന്ത്രിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ വൃക്കയുടെ മുകളിലെ തൊപ്പി പോലെ കാണുന്ന ഗ്രന്ഥിയായിട്ടുള്ള അഡ്രിനൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ. ഇതിൽ the hormones secreted by adrenal gland. The adrenal gland produces hormones. Adrenal gland contains 2 portions. One is medulla, the inner portion, and the outer region, that is cortex. Medulla produces 2 hormones. One is epinephrine and another one is norepinephrine. Epinephrine and norepinephrine. Then cortex, the outer region, cortex produces 3 hormones. One is cortisol, second one aldosterone, third one sex hormone. Next one, the 2 portions of adrenal gland. One is inner medulla and another one is outer cortex. Inner means inside and outer means outside. And inner medulla produces 2 hormones. One is epinephrine and another one is norepinephrine. Epinephrine, otherwise it is known as adrenaline. Norepinephrine, otherwise it is known as noradrenaline. Epinephrine acts along with the sympathetic nervous system during emergency. It acts along with the sympathetic nervous system during emergency. Thus, we can resist or withdraw ourselves from such a situation. We can resist or withdraw ourselves from such situations. And next one is norepinephrine. The inner medulla produces another hormone, that is norepinephrine, or it is known as noradrenaline. It acts along with the epinephrine. Actually, duty is act along with the epinephrine. So we can say easily, that means medulla M and epinephrine E and norepinephrine N. Men. We can give its name as men. It's a short form. അപ്പോൾ നമുക്ക് men, M for medulla and E for epinephrine and N for norepinephrine. അങ്ങനെ നമുക്ക് അതിനെ സൂചിപ്പിക്കാം. The outer portion of adrenal gland, that means cortex. Cortex produces 3 important hormones. One is cortisol, next one aldosterone,
and third one is sex hormone. Cortisol, the synthesis of glucose from protein and fat, slows down action of defense cells and control inflammation and allergy. This cortisol doing the synthesis of glucose from protein and fat, and it slow down the action of defense cells and it control the inflammation and allergy. Second one, it's an important one, aldosterone, and it maintains the salt water level by acting in kidneys. Maintain the blood pressure also. It maintains the blood pressure also. And the next one, the sex hormones. Sex hormone control the development and functions of sex organ. It's control and development function of sex organs. Control the development and the function of sex organ. That is the sex hormones. Next one is we are going to study about biological clock അല്ലെങ്കിൽ ജൈവ ഘടികാരം. എന്താണ് ഒരു ജൈവ ഘടികാരം എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ശരീരത്തിലെ ഒരു ക്ലോക്ക് ഉണ്ടെന്ന് പറയാം. അതായത് നമ്മൾ ഉണരുക, ഉറങ്ങുക മുതലായ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത് ചില ഹോർമോണുകളാണ്. ഈ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി തലച്ചോറിലെ മധ്യഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ആ ഗ്രന്ഥിയെ വിളിക്കുന്ന പേരാണ് പൈനിയൽ ഗ്രന്ഥി, പൈനിയൽ ഗ്ലാൻഡ്. ഈ പൈനിയൽ ഗ്ലാൻഡ് തലച്ചോറിലെ നമ്മുടെ തലച്ചോറിൻ്റെ മധ്യഭാഗത്തായിട്ടാണ് പൈനിയൽ ഗ്രന്ഥി സ്ഥിതി ചെയ്യുന്നത്. പൈനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിൻ്റെ പേരാണ് മെലാറ്റോണിൻ. മെലാറ്റോണിൻ, രണ്ട് ഹോർമോണുകളുണ്ട്, മെലാറ്റോണിനും സെറോട്ടോണിനും. മെലാറ്റോണിനാണ് നമ്മുടെ ഉറക്കത്തെയും ഉണർച്ചയെയും ഒക്കെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ ചില ജീവികൾ, ദേശാടന പക്ഷികൾ കൃത്യസമയത്ത് ദേശാടനം നടത്തുകയും തിരിച്ചു വരികയും ചെയ്യുന്നു. ചില ജീവികൾ പ്രജനനം നടത്തുന്നത്, പ്രത്യുൽപാദനം നടത്തുന്നത്. ചില ജീവികൾ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് കൃത്യസമയത്ത് ഉണർന്ന് പക്ഷികൾ പറന്ന് പല സ്ഥലങ്ങളിലേക്ക് പോയി ഭക്ഷണം ശേഖരിച്ച് കൃത്യസമയത്ത് തന്നെ തിരിച്ചു വരുന്നത്. പക്ഷികൾ പുലർക്കാലങ്ങളിൽ കൂടുകളിൽ ചിലച്ച് ശബ്ദമുണ്ടാക്കി അവ പറന്ന് ഭക്ഷണം തേടി വിവിധ സ്ഥലങ്ങളിൽ പോയി കൃത്യം വൈകുന്നേരം ആവുന്നതോടുകൂടി തിരിച്ച് വീട്ടിലേക്ക് അല്ലെങ്കിൽ അവരുടെ കൂട്ടിലേക്ക് തന്നെ തിരിച്ചു വരുന്നതും ഇത്തരത്തിലുള്ള ചില ഹോർമോണുകളുടെ പ്രവർത്തനം. ആ ഹോർമോണിൻ്റെ പേരാണ് മെലാറ്റോണിൻ. നമുക്ക് ഉണരാനും ഉറങ്ങാനും സഹായിക്കുന്ന ഇത്തരത്തിലുള്ള ഹോർമോൺ കൂടുതലായിട്ട് പ്രവർത്തിക്കുന്നത് രാത്രി കാലങ്ങളിലാണ്. മെലാറ്റോണിൻ കൂടുതലായിട്ട് പ്രവർത്തിക്കുന്നത് രാത്രി കാലങ്ങളിലാണ്. അപ്പോൾ തലച്ചോറിൻ്റെ മധ്യഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന പൈനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് മെലാറ്റോണിൻ. ആ ഹോർമോൺ നമ്മുടെ ശരീരത്തിലെ ഒരു ബയോളജിക്കൽ ക്ലോക്കായിട്ട് പ്രവർത്തിക്കുന്നു. നമ്മുടെ ശരീരത്തിലെ വിവിധ പ്രവർത്തനങ്ങളെ, സമയവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ഇത്തരത്തിലുള്ള ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ്. ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിൻ്റെ പേരാണ് മെലാറ്റോണിൻ. ഗ്രന്ഥിയുടെ പേരാണ് പൈനിയൽ ഗ്രന്ഥി. ദി ബയോളജിക്കൽ ക്ലോക്ക് is seen in our body. It is an invisible clock. Actually, we are waking up and we are going to sleep. That's determined by this type of hormones. These hormones are produced from the pineal gland. It is situated in the center portion of the brain. And the pineal gland produces a hormone. That hormone name is known as melatonin. This melatonin determine our waking up activities and going to sleep activities. The time schedule is determined by this type of hormones. It is situated just center portion of the brain. That gland is known as pineal gland. Pineal gland produces hormone that is known as melatonin. പിന്നെടുത്ത ഭാഗങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം, വിളിച്ച് ചോദിക്കാം. ഇന്നെടുത്ത ഭാഗങ്ങൾ ഒരു 5 പ്രാവശ്യത്തോളം വായിക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതിൻ്റെ അടിയിലൊക്കെ വരയ്ക്കണം. വായിച്ച് പഠിച്ച് വേണം അടുത്ത ക്ലാസ്സിലേക്ക് വരാൻ. നോട്ടുകൾ തയ്യാറാക്കണം. ഒപ്പം ഞാൻ നോട്ട് അയച്ചു തരുന്നുണ്ട്. അതും കൂടി നിങ്ങൾ
നോട്ട്ബുക്കിലേക്ക് എഴുതണം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.